പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. യേശു കർത്താവിന്റെ ഗിരിപ്രഭാഷണം എന്നറിയപ്പെടുന്ന ഒരു ഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യം. അതിലെ ഗിരിപ്രഭാഷണത്തിലെ ഒരു ഭാഗമാണ് ഞാനിപ്പോൾ ഉദ്ധരിച്ചത്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. സ്തോത്രം. ഏത് വിളിയെക്കാട്ടിലും ഏത് പേരിനെക്കാട്ടിലും വിലയേറിയതും മാന്യമായ ഒരു പേരാണ് ദൈവത്തിന്റെ മക്കൾ എന്നുള്ള വിളി. നമുക്ക് ഒരുപാട് സ്ഥാനമാനങ്ങൾ ലഭിച്ചുള്ള വിളികൾ ഇന്നുണ്ട്, അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ എല്ലാം ഉണ്ടായിട്ടും ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടാനുള്ള ഒരു പേര് നമുക്കില്ലെങ്കിൽ നമ്മൾ നേടിയത് കൊണ്ട് ഒന്നും ഒരു പ്രയോജനവും ഇല്ല. അതുകൊണ്ടാണ് യേശു കർത്താവ് തന്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? അതുപോലെ നാം എന്തൊക്കെ നേടിയെന്നാലും നല്ല പേര്, ദൈവത്തിന്റെ മകൻ മകൾ എന്നുള്ളൊരു വിളി നമുക്കില്ലയോ, വിളിപ്പേരില്ലയോ, നമ്മൾ നേടിയത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. മരണത്തോള ബന്ധത്തിൽ സങ്കീർത്തനത്തിൽ പറയുന്നൊരു വാക്കുണ്ട്, തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലപ്പെട്ടതെന്നാണ്. അപ്പൊ ഒരു ദൈവത്തിന്റെ ഭക്തനായി തീരുക, ദൈവത്താൽ വിളിക്കപ്പെടുന്ന പേര്. വേദപുസ്തകത്തിൽ ദാനിയേലിനെ ദൈവം വിളിച്ചൊരു പേരുണ്ട്, എന്റെ പ്രിയ പുരുഷനായ ദാനിയേൽ, യു ആർ മൈ ബിലവഡ്. നമ്മൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരാകണം. ദൈവത്താൽ നമുക്കൊരു വിളി വേണം. സ്തോത്രം. മറ്റേ ആരൊക്കെ നമ്മളെ എന്ത് വിളിച്ചാലും കുറെ കഴിയുമ്പോ അവരതൊക്കെ മാറ്റി വിളിക്കും. ഇന്ന് നമ്മളെ നല്ല പേരിട്ട് വിളിച്ച ഒരാള്, നമ്മളെ ബഹുമാനിച്ച് അല്ലെങ്കിൽ നമ്മളെ ഉയർത്തിയ ആള് കുറച്ച് കഴിയുമ്പോൾ, ചില ദിവസങ്ങൾ കഴിയുമ്പോൾ പേരൊക്കെ വേറെ മാറ്റി വിളിക്കും. അതാണ് മനുഷ്യർ. അപ്പോൾ മനുഷ്യരുടെ മുൻപിൽ നല്ല പേരുണ്ടാക്കുന്നതിന് മുൻപേ ആദ്യം ചെയ്യേണ്ടത് ദൈവത്താലുള്ള ഒരു വിളിപ്പേര് നമുക്കുണ്ടാകും. ഇവിടെ പറയുന്നു, ആർക്കാണ് ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കാൻ കഴിയുന്നത്? ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന്റെ മക്കൾക്ക് മാത്രമേ ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കാൻ പറ്റൂ. സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ മക്കൾ ആരാ? അതിൽ പെടുന്നവരാണോ നമ്മൾ ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കണം. ദൈവമക്കൾ, മക്കളെങ്കിലോ നിങ്ങൾ അവകാശികളാ. ദൈവത്തിന്റെ മക്കളായി തീർന്ന സകലത്തിന്റെ അവകാശം ദൈവം നമുക്ക് തരിക. യേശുവിനെ കൈക്കൊണ്ട് അവര് യേശുവിനെ വിശ്വസിച്ച്, ഹൃദയത്തിൽ വിശ്വസിച്ച്, പാപങ്ങളെയൊക്കെ ഏറ്റുപറഞ്ഞ് ഒരു ദൈവ പൈതലായി തീരുക. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു പേരാണ് മകനെ മകളെ എന്നുള്ള, ദൈവത്തിന്റെ മകൻ ദൈവത്തിന്റെ മകൾ എന്നുള്ള വിളിപ്പേര്. ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, നമ്മുടെ കുടുംബത്തിനകത്തൊരു സമാധാനാന്തരീക്ഷം ഉണ്ടാകണോ? നമ്മൾ ആയിരിക്കുന്ന സഭകളിൽ ഒരു സമാധാനാന്തരീക്ഷം ഉണ്ടാക്കണോ? നമ്മൾ ആയിരിക്കുന്ന സമൂഹത്തിലോ, നമ്മൾ ആയിരിക്കുന്ന ഏത് മേഖലയിലായിരുന്നാലും അവിടെയൊക്കെ ഒരു സമാധാനം നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ മകൻ എന്നൊരു പേരുണ്ടായെങ്കിലേ പറ്റൂ. ദൈവമക്കൾക്കാണ് സമാധാനം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അവിടെ പറയുന്നു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. കുറെ പണം കൊടുക്കുന്നവനല്ല ഭാഗ്യവാൻ. അത് തെറ്റെന്നല്ല ഞാൻ പറയുന്നത്. മറ്റെന്തൊക്കെ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും പ്രധാനമുള്ളത്, പ്രതികൂല സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തെ നമ്മളായിട്ട് സമാധാനം ഉണ്ടാക്കിയെടുക്കുക. രണ്ട് വ്യക്തികൾ തമ്മിൽ അകന്നു നിൽക്കുക, അവരുടെ ഇടയിലേക്ക് ഒരു സമാധാനമായിട്ട് നാം കടന്നു ചെന്നവരെ ഒരുമിപ്പിക്കുന്നുവെങ്കിൽ അതിനപ്പുറമായി വേറെ ഒന്നുമില്ല. തകർന്നുപോയ കുടുംബങ്ങളെ ഒന്നാക്കുക, തകർന്നുപോയ ഒരു വ്യക്തിയുടെ ഹൃദയത്തിനകത്ത് സമാധാനം കൊടുക്കുക. അതാർക്കാ കഴിയുന്നത്? ദൈവത്തിന്റെ മക്കൾക്ക് മാത്രമേ സാധിക്കൂ. നിങ്ങളൊരു ദൈവവേദലാണോ? നിങ്ങളൊരു ദൈവത്താൽ വിളിക്കപ്പെട്ട പേരുള്ള വ്യക്തിയാണോ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കാൻ സാധിക്കും. ഇന്ന് പല കുടുംബങ്ങളിൽ സമാധാനമില്ലാത്തതിന്റെ കാരണം എന്താ? ദൈവഭയമില്ലാത്തത് കൊണ്ടാണ്.
ആർക്കും ദൈവത്തെ ഭയമില്ല. ദൈവഭയമുള്ള ഒരു വ്യക്തി എവിടെയുണ്ടോ അവിടെ സമാധാനം ഉണ്ടാകും. ആർക്ക് ഇന്ന് ദൈവത്തെ ഭയപ്പെടാൻ ആർക്കാ സമയം? കാരണം ദൈവം കാരുണ്യവാനായ ദൈവമല്ലേ. എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടും ദൈവം ശിക്ഷിക്കുന്നില്ലല്ലോ എന്നുള്ള ചിന്താഗതികളാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് മാറാൻ അധികം സമയമൊന്നും വേണ്ട. കൃപയുടെ വാതിലടയാൻ സമയമായി. സ്നേഹവാനായ ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ നിന്നും അത് എടുക്കുവാനുള്ള സമയം അടുത്തു വരുമ്പോൾ ഈ സ്നേഹത്തിന്റെ കൊടുക്കീഴിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ പൈതൽ എന്നുള്ള പേർവിളി നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, ദാനിയേലിനെ പോലെ ദൈവം നമ്മളെ നോക്കി വിളിക്കട്ടെ, എന്റെ പ്രിയ പുരുഷനായ ദാനിയേലേ എന്ന് വിളിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്കൊരു സമാധാനം ഉണ്ടാക്കുന്നവരായി തീരാം. നാം സമാധാനം പ്രാപിച്ചെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാൻ പറ്റൂ. അതിനെന്താ വേണ്ടത്? ദൈവപാദപീഠത്തിലിരുന്ന് കുറവുകളെ ദൈവത്തോട് ഏറ്റു പറയുക. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യനാ ഭാഗ്യവാൻ. നമ്മുടെ കുറവുകളൊക്കെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് പാപമോചനം പ്രാപിച്ചാൽ നമ്മുടെ ഹൃദയത്തിനകത്ത് സമാധാനം വരും. ദൈവത്തിന്റെ മകനെന്നും മകളെന്നുമുള്ള വിളി നമ്മൾ കേൾക്കും. അങ്ങനെയുള്ളവർക്കാണ് സമാധാനം കൊടുക്കുവാൻ കഴിയുന്നത്. ഇന്നത്തെ പകൽക്കാലം നാം സ്വയം സമാധാനം പ്രാപിക്കുകയും നമുക്ക് ലഭിച്ച സമാധാനം മറ്റുള്ളവർക്ക് കൊടുക്കത്തക്ക നിലയിൽ ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു പേര് പ്രാപിച്ചവരായി തീരാൻ നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. സമാധാനം നിങ്ങളിൽ ഉണ്ടാകട്ടെ. നിങ്ങളുടെ പ്രയാസങ്ങൾ മാറട്ടെ, നിങ്ങളുടെ വേദനകൾ മാറട്ടെ, നിങ്ങളുടെ കഷ്ടതകൾ മാറട്ടെ. നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്നവർ നിങ്ങളുടെ അരികിലേക്ക് സമാധാനമായി വരട്ടെ. ഇന്ന് പകൽക്കാലം അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. എന്റെ യേശു സമാധാനത്തിന്റെ ദൈവമാണ്. ആ സമാധാനത്തിന്റെ ദൈവം പറയുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം നൽകുന്നത് പോലെയല്ല. ആ സമാധാനം പ്രാപിപ്പാൻ ഒരു ദൈവവചനായി തീരുക. യേശുവിനോട് പ്രാർത്ഥിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.